എത്തിക്കൽ ഹാക്കേഴ്സിന് സോഫ്റ്റ്വെയർ കമ്പനിയിൽ മാത്രമേ പണി കിട്ടൂ, വേറെ എവിടെയും കിട്ടില്ലേ? ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. എഡ്യൂക്കേഷണൽ ആൻഡ് അഡ്വൈസറി സർവീസിൽ ഒരു ജോബ് നേടാം. ഇറ്റ് മീൻസ് ഒരു സ്കൂളാവട്ടെ, കോളേജ് ആവട്ടെ, അവരുടെ IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സെക്യൂരിറ്റി നോക്കണം. അവരുടെ ഒരുപാട് സ്റ്റുഡൻറ്റ് ഡാറ്റാസ് ഉണ്ടാവും, ആ ഡാറ്റ ലീക്ക് ആവാതെ നോക്കണം. ഒരുപാട് സെക്യൂരിറ്റി സൈഡ്സ് നോക്കുന്ന അവിടെയുള്ള ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവാം. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ സർവീസസ്, ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ. ഇവിടെ ഒരുപാട് പേഷ്യൻസിൻ്റെ വളരെ കോൺഫിഡൻഷ്യലായ ഡാറ്റ ഇവിടെയുണ്ട്. അതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ സെക്യൂരിറ്റി നോക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെയും ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, അവിടെ എന്തായാലും സൈബർ സെക്യൂരിറ്റിൻ്റെ ആവശ്യം ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ്. ഗവൺമെൻറ് ആൻഡ് ഡിഫൻസ് ടീം, നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സൈബർ സെൽ. നമ്മളുടെ ഗവൺമെൻറ്റിന് അതേപോലെ പോലീസിന് എല്ലാവർക്കും സൈബർ സെല്ലിൻ്റെ ആവശ്യമുണ്ട്. അവിടെയും എത്തിക്കൽ ഹാക്കേഴ്സ് വേണം. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആൻഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, ഇതിലൊക്കെ എന്തിനാണ് സൈബർ സെക്യൂരിറ്റിൻ്റെ ആവശ്യം? അതിലും ടോപ്പ് പ്രയോറിറ്റിയാണ്. കാരണം ഒരു തേർഡ് പാർട്ടി വന്ന് ഫ്ലൈറ്റിൻ്റെ റൂട്ട് മാറ്റുകയാണെങ്കിലോ, ഒരു ഹാക്കർ വന്നിട്ട് ട്രെയിനിൻ്റെ റൂട്ട് പരസ്പരം മാറ്റുകയാണെങ്കിലോ, എന്തും ഒരു ഹാക്കറിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ സെക്യൂറായി നോക്കണമെങ്കിൽ ഇവരുടെ ഡാറ്റ ഒക്കെ മറ്റൊരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെക്യൂറായി വെക്കേണ്ടത് ആരുടെ ജോബാണ്? ഒരു എത്തിക്കൽ ഹാക്കറുടെ ജോബാണ്. ഫോർ മോർ വീഡിയോസ് ഫോളോ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി.